ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നത് നല്ല മഴക്കാലത്ത് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഓർക്കിഡ് കെയർ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ്. മുമ്പ് ഇതിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒട്ടനവധി വീഡിയോകൾ വന്നിട്ടുണ്ട്. എങ്കിലും നമ്മളെ കസ്റ്റമർക്കൊക്കെ ഇപ്പോഴും ഓരോ കാര്യങ്ങൾ ഡൗട്ടാണ്. അപ്പോൾ അവർ മഴ ആകുമ്പോൾ തുടങ്ങും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വിളിച്ച് ചോദിക്കൽ. അപ്പോൾ എല്ലാവർക്കും കൂടെ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ ഫ്ലവറിങ് സ്റ്റേജിലുള്ള പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ പാക്ക് ആയിട്ടുള്ള ഒരു സെയിൽ വീഡിയോയും കൂടെയാണ് ഇത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക, എങ്കിലേ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നമ്മളെ ഈ ഒരു ഓഫറിൻ്റെ കാര്യം പറയാം. ഒരു 10 പ്ലാന്റ്സിൻ്റെ ഫ്ലവർ സ്റ്റേജുള്ള കോംബോ പാക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ ഞാനിതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലത്തെ 10 പ്ലാന്റ് 10 ഡിഫറെൻറ്റ് കളറായിരിക്കും. മിക്കവാറും എണ്ണത്തിലും ടാഗ് ഉണ്ടായിരിക്കും, ടാഗ് എല്ലാറ്റിലും ടാഗ് ഉണ്ടെന്ന് പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ ആവശ്യമുള്ളവർക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് പരമാവധി നിങ്ങൾ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് നോക്കണം. മഴയൊക്കെയാണ്, അതുപോലെ തന്നെ എല്ലാവരും വിളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോള് കിട്ടാത്തതും നമുക്ക് കോൾ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. വാട്സപ്പ് ഉപയോഗിക്കാൻ കഴിയാത്തവർക്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരിട്ടിട്ട് നമ്മളെ വാട്സപ്പിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ഹായ് വിട്ടിട്ട് നമുക്ക് ഏത് പ്ലാൻസാണ് വേണ്ടത് വെച്ചാൽ അതൊന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ അതിൽ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ചെയ്യാൻ കഴിയാതെ വാട്സപ്പില്ലാത്തവർക്കൊക്കെ കോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പില്ലാത്തവരാകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് അയച്ചു തരാനും അതുപോലെ അഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടാണ്, പ്ലാൻസ് വെറൈറ്റി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലൊക്കെ. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കാൻ അതുപോലെ അറിയുന്ന ആരെങ്കിലും കൊണ്ട് നിങ്ങൾ വാട്സപ്പിലൊന്ന് മെസ്സേജ് അയപ്പിക്കണം, എങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ പ്ലാൻസിൻ്റെ അതൊക്കെ സെലക്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ പ്ലാൻസ് കളർ സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് കോംബോ ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൾ ചെയ്തിട്ട് അഡ്രസ്സും കാര്യങ്ങളും പറഞ്ഞു തന്നാൽ മതി. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും പ്ലാന്റ് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഴക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നത് നനയുടെ കാര്യമാണ്. അപ്പോൾ മഴക്കാലത്ത് പ്ലാന്റ് നനയ്ക്കണോ എന്നതാണ് പലർക്കും ഡൗട്ടുള്ളത്. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് പ്ലാന്റ് എല്ലാ പ്രാവശ്യവും നമ്മൾ മഴയില്ലാത്തപ്പോൾ എങ്ങനെ നനയ്ക്കുന്നു അതുപോലെ തന്നെ പ്ലാന്റ് നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഇതിൽ പ്രശ്നം വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ നല്ല മഴയാകുമ്പോൾ നമ്മൾ ഒരു ദിവസം 2 ദിവസമൊക്കെ നനയ്ക്കാൻ മടിച്ചിട്ട് മൂന്നാമത്തെ ദിവസമൊക്കെ നനയ്ക്കുമ്പോൾ, അപ്പോൾ 2-3 ദിവസം തീരെ നനയാണ്ട് നിൽക്കുന്ന പ്ലാന്റ് പെട്ടെന്നൊരു ദിവസം വെള്ളം കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് മഴക്കാലമാണ്, ഉണങ്ങി കിട്ടാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ആ വെള്ളം അങ്ങനെ നിന്നിട്ട് വേര് ചെയ്യുന്ന അതുപോലെ ലീഫൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന പ്രശ്നം വരാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ തന്നെ നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ കൂടുതൽ വെള്ളം അതിലിങ്ങനെ നിർത്തി, വേനൽക്കാലത്ത് നമുക്ക് വെള്ളം നന്നായിട്ട് ആവശ്യമാണ്, അപ്പോൾ നമ്മൾ കൂടുതൽ ടൈം എടുത്തിട്ട് നനയ്ക്കാൻ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ മഴക്കാലത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട, നന്നായിട്ട് ജസ്റ്റ് അതിൻ്റെ വേരും പ്ലാന്റും ഒക്കെ ഒന്ന് നനയുന്ന രീതിയിൽ ഒന്ന് നനച്ചു കൊടുക്കുക. അത് ഡെയിലി മുടങ്ങാതെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ തന്നെ വെള്ളം കൊടുക്കാനും നോക്കുക. പിന്നെ മഴയത്തൊക്കെ നിൽക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് മഴയത്ത് നന്നായിട്ട് ഈ പ്ലാന്റ്സുകൾ വളരുന്നുണ്ട്. പക്ഷെ ഇതുപോലെ തന്നെയാണ്, 2-3 ദിവസം നന്നായിട്ട് മഴ പെയ്യും, പിന്നെ പെട്ടെന്ന് കുറച്ച് വെയിലറച്ചതിന് ശേഷം പിന്നീട് പെയ്യുന്ന മഴയിൽ ഇതുപോലെ പ്ലാന്റിൽ പെട്ടെന്ന് ഫംഗസ് വരുന്നുണ്ട്, ലീഫുകളൊക്കെ യെല്ലോ കളറായിട്ട് കൊഴിഞ്ഞു പോകുന്ന അങ്ങനത്തെ പ്രശ്നം വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം മഴയത്ത് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ മഴവെള്ളത്തിൽ നല്ല പ്ലാന്റിന് ഗ്രോത്തിന് വേണ്ടിയിട്ടെല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മഴവെള്ളം എടുത്തിട്ട് നമുക്ക് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏറ്റവും നല്ലത് മഴക്കാലത്ത് മഴവെള്ളം തന്നെ എടുത്തിട്ട് നനച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വലിയ പൈപ്പൊന്നും ഇട്ട് നനയ്ക്കേണ്ട ആവശ്യമില്ല. മഴക്കാലത്ത് ജസ്റ്റ് സ്പ്രെയറൊക്കെ ഉപയോഗിച്ചിട്ട് നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതും മുടങ്ങാതെ തന്നെ ചെയ്യണം. പിന്നെ ചോദിക്കുന്ന സംശയം എന്ന് വെച്ചാൽ, പല വീഡിയോകളിലും പറയുന്നുണ്ട് ജൈവവളങ്ങൾ മഴക്കാലത്ത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ പലരും പലതായിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഡൗട്ടായിട്ട് ഇന്നലെ കൂടെ ചേച്ചി വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ പോലെ തന്നെ പറയുകയാണ്, നമുക്ക് മഴക്കാലത്ത് ജൈവവളങ്ങൾ ഉപയോഗിക്കാം. അത് നമുക്ക് ഇങ്ങനെ എന്തൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളികേരത്തിൻ്റെ വെള്ളം, അതുപോലെ തന്നെ കറ്റാർവാഴയുടെ ജെൽ അരയ്ക്കാതെ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വെറുതെ പീസാക്കിയിട്ട് വെള്ളത്തിൽ രാത്രി ഇട്ട് വയ്ക്കുക, രാവിലെ അതിൻ്റെ വെള്ളം എടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് നല്ല തിക്കായിരിക്കും ആ വെള്ളം. അപ്പോൾ നമ്മൾ അതിന് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ വെള്ളം ചേർത്തിട്ട് മാത്രം കട്ടി കുറച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പഴകിയിട്ട് ഇങ്ങനെ കേടുവന്നിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്ത ചായപ്പൊടി ഉണ്ടെങ്കിൽ അത് നമുക്ക് തിളപ്പിച്ചിട്ട് അതിൽ അതുപോലെ നല്ല തണുത്തതിന് ശേഷം ആ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതൊക്കെ മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ ജൈവവളങ്ങളാണ്. ഇംഗ്ലീഷ് വളങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. എങ്കിലും ഒരു വളം കൊടുക്കാതിരിക്കേണ്ട എന്ന് വെച്ചിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓർക്കിഡിന് മാസത്തിൽ ഒരു പ്രാവശ്യമോ, ഇനിയിപ്പോൾ അതല്ല നന്നായിട്ട് കൊടുക്കുന്നവരാണെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യം വെച്ചിട്ടും കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങളെ നമ്മൾ ഈ ഒരു ഓർക്കിഡ് പ്ലാന്റിന് വേണ്ടിയിട്ട് നോക്കേണ്ടുള്ളൂ. മറ്റുള്ള എല്ലാ പ്ലാന്റ്സും വെച്ച് നോക്കുകയാണെങ്കിൽ മഴക്കാലത്ത് അങ്ങനെ പ്രത്യേകിച്ചൊരു കെയറിങ്ങിൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യം ഓർക്കിഡ് ചെടികൾക്കില്ല. മഴക്കാലത്ത് നമുക്ക് നല്ല ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ നാളികേരത്തിൻ്റെ വെള്ളം കിട്ടിയ അന്ന് തന്നെ, നമ്മൾ എടുത്ത അന്ന് തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പൊട്ടാസ്യമാണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഫ്ലവറിങ്ങിന് അത് മാത്രം തന്നെ മതി. അതുപോലെ ഈ ഒരു നാളികേര വെള്ളം നമ്മൾ പുളിപ്പിച്ചിട്ട് 2-3 ദിവസം പുളിപ്പിച്ചിട്ട് നമ്മൾ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നല്ല ഗ്രോത്തിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. നമുക്ക് നന്നായിട്ട് 1 രൂപ പോലും ചിലവാക്കാതെ വീട്ടിലുള്ള വളങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പ്ലാന്റ്സുകൾ നോക്കിയെടുക്കാൻ തന്നെ പറ്റും. നല്ല ഫ്ലവറിങ്ങും ആയിരിക്കും, അതുപോലെ നല്ല ഗ്രോത്തോടു കൂടി വളരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ കുറച്ച് വളങ്ങൾ നമുക്ക് വേനൽക്കാലത്തായാലും വർഷക്കാലത്തായാലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന വളങ്ങളാണ്. ഇനി നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ഫംഗസ് ബാധകളാണ്. മഴക്കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് വരും. മഴ നന്നായിട്ട് ഓർക്കിഡ് വളർത്താൻ സഹായിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നന്നായിട്ട് നമ്മുടെ കേരളത്തിൽ ഓർക്കിഡ് നന്നായിട്ട് വളരുന്നതും മഴ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ മഴ തന്നെ നമുക്ക് ഓർക്കിഡിന് പ്രശ്നമാണ്. അപ്പോൾ ഫംഗസ് ബാധ നന്നായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഗുലറായിട്ട് തന്നെ മാസത്തിൽ 2 തവണ മാർക്കറ്റിൽ വളക്കടയിലൊക്കെ കിട്ടും ആൻറ്റി ഫംഗൽ പൗഡർ. അപ്പോൾ അത് വാങ്ങിയിട്ട് നമ്മൾ വെള്ളത്തിൽ കലർത്തിയിട്ട് 1 ടീസ്പൂണൊക്കെ വെള്ളത്തിൽ, ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ വെള്ളത്തിൽ കലർത്തിയിട്ട് 15 ദിവസത്തിലൊരിക്കൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴക്കാലത്ത് വരുന്ന ഒരുവിധ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും